ഗൂഗിൾ പേ, പേടിഎം, ഫോൺ പേ പോലെയുള്ള ഡിജിറ്റൽ പണമിടപാട് ആപ്പുകൾ നമ്മുടെ നിത്യജീവിതത്തിൽ പ്രധാന സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. മൊബൈൽ ഫോൺ പോലെ തന്നെ അത് ഉപയോഗിച്ചുള്ള പണമിടപാടുകൾ എത്രത്തോളം സൗകര്യമാണ് നമുക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്നത്. ഇപ്പോൾ ആരുടെയും കൈവശം പോക്കറ്റിലോ ബാഗിലോ ഒന്നും പണമില്ല, എല്ലാം ഫോണിൽ തന്നെയാണുള്ളത്. ഈ ഇടയ്ക്ക് നടന്ന ഒരു രസകരമായ സംഭവം ഞാൻ പറയാം. ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷനായി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. അവിടെ ഒരു മാന്യ വ്യക്തി എന്നെ സമീപിച്ചു. ഡോക്ടർക്ക് കൊടുക്കേണ്ട കൺസൾട്ടേഷൻ ഫീ ആയി ക്യാഷ് ആയി ഇല്ലെന്നും എനിക്ക് GPay ചെയ്തു തന്നാൽ ഒരു 300 രൂപ അദ്ദേഹത്തിന് കൊടുക്കാമോ എന്നുമാണ് ആവശ്യം. പക്ഷേ എൻ്റെ കയ്യിൽ ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഫീസ് കൂടാതെ ബാക്കി 100 രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത്. ബാക്കിയെല്ലാം ഫോണിൽ തന്നെ. അവിടെ കൂടിയിരുന്ന 30ഓളം ആൾക്കാരോട് ആ വ്യക്തി ഇതേ ആവശ്യം ഉന്നയിച്ചെങ്കിലും സംഗതി നടന്നില്ല. എല്ലാവരുടെയും ക്യാഷ് ഫോണിൽ തന്നെ. ഈ ഒരു സംഭവത്തിൽ നിന്നും ഡിജിറ്റൽ പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഇൻഫ്ലുവൻസ് മനസ്സിലായി കാണുമല്ലോ. ചുരുക്കത്തിൽ GPayയോ ഫോൺ പേയോ ഒന്നും ഇല്ലാത്തൊരവസ്ഥ നമുക്ക് ചിന്തിക്കാനേ സാധിക്കുന്നില്ല. അപ്പോഴാണ് അവരുടെ പണി തുടങ്ങുന്നത്. ഇതുവരെ നമ്മുടെ പണമിടപാടുകൾക്ക് പ്രത്യേക ഫീസ് അവർ ഈടാക്കില്ലായിരുന്നു. പക്ഷേ ഇനി നിയമങ്ങളൊക്കെ മാറി തുടങ്ങുകയാണ്. ഈ അടുത്ത സമയത്ത് നമ്മുടെ ദിനപത്രങ്ങളിൽ GPayയുടെ ഒരു ഫുൾ പേജ് പരസ്യം വന്നത് പലരും കണ്ടു കാണുമല്ലോ. നമ്മുടെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഒക്കെ GPayയിൽ ഉൾപ്പെടുത്താമെന്നായിരുന്നു പരസ്യവാചകം. ഇത് കണ്ട് പലരും ഡെബിറ്റ് കാർഡുകളും ക്രെഡിറ്റ് കാർഡുകളൊക്കെ GPayയിൽ ലിങ്ക് ചെയ്തു. അതിനുശേഷം അതുപയോഗിച്ച് ബിൽ പേയ്മെൻറ്റുകൾ നടത്തിയപ്പോഴാണ് സംഗതി പുറത്തു വന്നത്. ഇടപാട് മൂല്യത്തിൻ്റെ 0.5% മുതൽ 1% വരെ കൺവീനിയൻസ് ഫീസായി നാം കൊടുക്കേണ്ടി വരുന്നു. പേയ്മെൻറ്റ് പ്രോസസ്സ് ചെയ്യുന്ന ചിലവുകൾക്കാണ് ഈ കൺവീനിയൻസ് ഫീസ് എന്നാണ് ഭാഷ്യം. UPI ഇടപാടുകളുടെ 37% വിഹിതമുള്ള GPay രാജ്യത്ത് 2ാം സ്ഥാനത്താണ്. 1ാം സ്ഥാനത്തുള്ള ഫോൺ പേയിലും ഈ കൺവീനിയൻസ് ഫീസ് ഉണ്ട്. പക്ഷേ UPI ഇടപാടുകൾ പഴയതുപോലെ സൗജന്യമായി തുടരും. സമീപഭാവിയിൽ മാറ്റമുണ്ടാകുമെന്ന് കണ്ടറിയാം. ഏതിനും കഴിഞ്ഞ വർഷം പകുതിയോടെ GPayയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഒറ്റ നോട്ടത്തിൽ നോക്കാം. ആദ്യത്തേത്, GPay ഉപയോഗിച്ച് ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ മുഖേന വാട്ടർ ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല് പോലെയുള്ള ബിൽ പേയ്മെൻറ്റുകൾ നടത്തിയാൽ ഇടപാട് മൂല്യത്തിൻ്റെ 0.5% മുതൽ 1% വരെ കൺവീനിയൻസ് ഫീസ് ഈടാക്കും. UPI ബാങ്ക് അക്കൗണ്ട് വഴിയുള്ള പേയ്മെൻറ്റുകൾക്ക് ഈ ഫീസ് ബാധകമല്ല. അടുത്തത് UPI സർക്കിൾ ഫീച്ചർ. UPI ഉപയോഗിക്കാൻ അറിയാത്തവർക്ക് അല്ലെങ്കിൽ മടിക്കുന്നവർക്ക് മറ്റൊരു വിശ്വസ്ത വ്യക്തിയുടെ സഹായത്തോടു കൂടി ഇടപാടുകൾ നടത്താം. അഥവാ പ്രൈമറി യൂസറിന് തൻ്റെ അധികാരം സെക്കൻഡറി യൂസറിന് കൈമാറാൻ സാധിക്കുമെന്ന് ചുരുക്കം. അടുത്തത് UPI വൗച്ചറുകൾ. നമുക്ക് ആർക്കെങ്കിലും പ്രീപെയ്ഡ് വൗച്ചറുകൾ നൽകണമെങ്കിൽ അവരുടെ ഫോൺ നമ്പർ മാത്രം മതിയാകും. അവർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ട് UPIയുമായി ബന്ധിപ്പിക്കാതെ തന്നെ വൗച്ചറുകൾ മാറ്റിയെടുക്കാൻ സാധിക്കും. അടുത്തത് ക്ലിക്ക് പേ QR ഫീച്ചർ. QR കോഡ് സ്കാൻ ചെയ്ത് തത്സമയം തന്നെ നമുക്ക് ഏറ്റവും പുതിയ ബില്ലിൻ്റെ വിശദാംശങ്ങൾ ലഭിക്കും. അക്കൗണ്ട് നമ്പറോ കസ്റ്റമർ ID ഒന്നും ആവശ്യമില്ല. അടുത്തത് പ്രീപെയ്ഡ് യൂട്ടിലിറ്റി പേയ്മെൻറ്റ്. ഇലക്ട്രിസിറ്റി, വാട്ടർ ബില്ല് തുടങ്ങിയ പ്രീപെയ്ഡ് സേവനങ്ങൾ നേരിട്ട് ലിങ്ക് ചെയ്ത് ബില്ലടയ്ക്കാൻ സാധിക്കും. അടുത്തത് ടാപ്പ് ആൻഡ് പേ. ടാപ്പ് ആൻഡ് പേ സംവിധാനം ഉപയോഗിച്ച് കോൺടാക്ട്ലെസ് പേയ്മെൻറ്റുകൾ നമുക്ക് സാധ്യമാകും. നിലവിൽ നമ്മുടെ വിഷയം ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഉപയോഗിച്ച് ബിൽ പേയ്മെൻറ്റുകൾ നടത്തുമ്പോൾ കൺവീനിയൻസ് ഫീസ് കൊടുക്കുക എന്നുള്ളതാണ്. അതിനൊരു കാര്യം ചെയ്താൽ മതിയാകും. ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഉപയോഗിച്ച് ബിൽ പേയ്മെൻറ്റ് നടത്തേണ്ട, പഴയതുപോലെ UPI ലിങ്കുള്ള അക്കൗണ്ട് വഴി ആ ബിൽ പേയ്മെൻറ്റുകൾ നടത്തുക. ഫീസ് ഈടാക്കില്ല.